ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇത്രയും കാലം ഒന്നും കാണാത്ത ഒരു ഒറ്റപ്പെടൽ നാടകത്തിന്റെ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ വിരഹത്തിന്റെ ഒരു വേദനയാണ്, പൊട്ടിക്കരച്ചിലാണ്. ഇതെല്ലാമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞെട്ടും. സാക്ഷാൽ അക്ബറാണ് ചെയ്യുന്നത്. അക്ബർ പൊട്ടിക്കരയാണ്. എന്നെ എല്ലാവരും ഈ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന സീനാണ്. കിട്ടു സീനായിരിക്കും. നിങ്ങൾക്ക് ഇന്ന് എപ്പിസോഡിൽ എൻജോയ് ചെയ്യാം. അതാണ് ലൈവിൽ നടന്നത്. എന്തായാലും എന്തിനാണ് സംഭവം നടക്കുന്നുള്ളത്. ഇന്നലെ അക്ബർക്ക് ഭയങ്കര കരച്ചിലായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇന്നലെ കരഞ്ഞത് അതിൽ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയത് അറിയത്തില്ലായിരുന്നു. ഇത്രയും പാവകളെല്ലാം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയത് എന്നും പറഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ് നാടകം കളിച്ചത്. ഓക്കെ, അതിന് തൊട്ട് തലേ ദിവസമായിരുന്നു, മറക്കരുത്. അനീഷ് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കുനിഞ്ഞ് ഒന്നൊന്ന് വിഷമിച്ച് നിന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞത് എന്ത് നാടകമാണ് ഈ പുള്ളിക്കാരൻ കാണിക്കുന്നതെന്ന് പറഞ്ഞ അതേ അക്ബറാണ് ഈ 2 ദിവസമായി ഈ കരച്ചിലും ഒറ്റപ്പെടൽ നാടകവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് പറയാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും വേണം. ഓക്കെ, എന്താണ് മാറ്റർ? ആക്ച്വലി ആദിലയാണല്ലോ ഇന്നലെ നമ്മുടെ അക്ബറിൻ്റെ പാവക്കുട്ടികളെല്ലാം അടിച്ചെടുത്തത്. അപ്പം ഇത് ചെന്ന് ആദില അക്ബറിനോട് പറയും. ആര്യൻ നെവിനും ഇരിക്കുന്ന സമയത്ത് പറയും, ഞാനാണ് എടുത്തത്. സംഭവം ഞാൻ എടുക്കാനുള്ള കാരണം ഇതാണ്. അതായത് നമ്മുടെ ആ ടാസ്കിനിടയിൽ എന്നെ പിടിച്ച് പുഷ് ചെയ്തായിരുന്നു. അത് എനിക്ക് നന്നായിട്ട് ഹേർട്ട് ചെയ്തു. ആ ഹേർട്ട് ചെയ്തതിൻ്റെ ദേഷ്യത്തിലാണ് ഞാൻ അക്ബറിൻ്റെ ഇത് സാധനങ്ങളെല്ലാം അടിച്ചെടുത്തത്, അതായത് പാവക്കുട്ടികളെ അടിച്ചെടുത്തത് എന്ന് പറയുന്നു. അത് തന്നെ ജെനുവിനായിട്ടൊന്നും പറഞ്ഞതല്ല. കാരണം ആദിലയ്ക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഒന്നുമില്ല. ആദിലയ്ക്ക് എങ്ങനെയെങ്കിലും പോയിന്റ് കിട്ടുക എന്നുള്ളൊരു ഇൻറ്റൻഷനോടുകൂടി തന്നെയാണ് തീർച്ചയായിട്ടും ആദില പോയി മോഷ്ടിച്ചെടുത്തത്. അല്ലാതെ അവിടെ നിന്ന് കൊണ്ടതൊന്നും അല്ല. ഓക്കെ, എനിവേസ് ഇത് കേട്ട ഉടനെ നമ്മുടെ അക്ബർ കടന്ന് കരച്ചിൽ തുടങ്ങിയിട്ട് പറയുന്നു, ഇവിടെ എന്നെ ആർക്കും ഇഷ്ടമല്ല, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണ് എന്നും പറഞ്ഞിട്ട് പൊട്ടിക്കരയണം. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി ആണെങ്കിൽ എന്നൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല. പിന്നെ അത് കണക്ക് തന്നെ നമ്മുടെ ബാക്കിയുള്ളവർക്ക് ആർക്കും എന്നോട് ഒരു തരത്തിലുള്ള ഇതുമില്ല. എനിക്കാണെങ്കിൽ ഗെയിം കളിക്കാൻ അറിയത്തില്ല, നിങ്ങളെല്ലാവരും ചെയ്യുന്ന പോലെ എനിക്ക് ഗെയിം കളിക്കാൻ അറിയത്തില്ല. അത്രയും പഠിച്ചിട്ടോ അല്ലെങ്കിൽ അത്രയും ഇതൊന്നും ചെയ്തിട്ടൊന്നും അല്ല ഞാൻ ഇവിടത്തേക്ക് വന്നത്. നിങ്ങളെപ്പോലെ ഇത് എനിക്കൊന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒന്നും അറിയാത്ത ഒരു ഇന്നസെൻ്റ് ആണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ കണ്ട ചിരി വരും. അമ്മാതിരി സീനാണ് നടന്നത്. അപ്പം അതിൽ ടിഷ്യൂ ഒക്കെ കൊടുത്തിട്ട് കരയിലേക്കോ വിഷമിക്കില്ലേ നെവിനും ആരിനും എല്ലാവരും കൂടെ ചേർന്ന് കരയില്ലേ വിഷമിപ്പിക്കല്ലേ, ഇതൊക്കെ ഇതിലുള്ളതല്ലേ, ഇവിടെ നമ്മൾ ഗെയിം കളിക്കാനല്ലേ വന്നേക്കുന്നത്, ഇതൊക്കെ അതിൻ്റെ സ്പിരിറ്റിൽ എടുക്കണം, പിന്നെ ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെയും ഇതും കൂടെ നിന്ന് നമ്മുടെ അക്ബറിനെ സെറ്റാക്കി എടുക്കുകയാണ്. ഭാഗ്യത്തിന് ബസർ അടിച്ചില്ലായിരുന്നെങ്കിൽ അക്ബറിൻ്റെ നാടകം കണ്ടിന്യൂ ചെയ്താണ്. ഭാഗ്യത്തിന് ബസർ അടിച്ചതുകൊണ്ട് ടാസ്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ടാസ്ക് എന്താണെന്ന് പറയാം. ടാസ്ക് നടക്കുന്നത് 3-ാമത്തെ ദിവസം നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ സ്ക്രാച്ച് ആൻഡ് വിൻ ആണ്. കാർഡുകളെല്ലാം ഏരിയയിലും കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ കാർഡ് കണ്ടുപിടിക്കുക. ആ കാർഡിനകത്ത് സ്ക്രാച്ച് ചെയ്യുമ്പോഴത്തേക്ക് 1 പോയിന്റ് 2 പോയിന്റ്, അതല്ലെങ്കിൽ അതിനകത്തൊരു പണി ഉണ്ടാവും. ഇതാണ് സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറയുന്ന കാർഡിൻ്റെ ടാസ്ക്. സോ ആദ്യ ടാസ്ക് കഴിയുന്നു. ഇപ്പോഴും വരെ നടന്ന ടാസ്കുകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത് അനുവിനാണ്, പിന്നെ നമ്മുടെ ആര്യനും. ഇവർക്കാണ് ഏറ്റവും കൂടുതൽ കാർഡ് കിട്ടിയതും പോയിന്റ് കിട്ടിയതും. ഇതിൽ ആര്യന് ഇപ്പോൾ കിട്ടുന്ന ഒരു പണി കിട്ടുന്നുണ്ട്. ഒരു പൊട്ടറ്റോ ഇടുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആര്യനൊരു പണി കിട്ടുന്നു. അതോടൊപ്പം തന്നെ അനീഷിന് കിട്ടുന്ന ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഭക്ഷണം ഓരോ സമയം 3 പേർക്കായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ള പണി കിട്ടുന്നുണ്ട്. അനുവിനാണ് ഏറ്റവും പണി കിട്ടിയത്. ദീപാവലിക്ക് കൊടുക്കുന്ന വീട്ടിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റ് അനുവിന് സ്വീകരിക്കാൻ സാധിക്കില്ല. ഇതാണ് അനുവിന് കിട്ടുന്ന പണി എന്ന് പറഞ്ഞാൽ. പക്ഷേ സോഫാർ ഈ 3 ദിവസത്തെ ഈ 3 ടാസ്കുകൾ ഏറ്റവും നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ആര്യനും അനുവും ഭംഗിയായിട്ട് കഴിച്ചു. 3 ദിവസവും വളരെ എഫേർട്ടിട്ട് അടിപൊളിയായിട്ടാണ് കളിച്ചിരിക്കുന്നത്. അനീഷിന് ഇന്ന് അത്ര തിളങ്ങാൻ സാധിച്ചില്ല. ഇന്ന് പക്ഷേ ഷാനവാസ് തിളങ്ങി. പക്ഷേ ഷാനവാസ് ഇന്നലെ തിളങ്ങിയില്ല. ആദ്യത്തെ 2 ദിവസം അനീഷും നന്നായിട്ട് തിളങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് ദിവസം വെച്ചിട്ടാണ് അനീഷിനും ഷാനവാസിനും നല്ലതുപോലെ തിളങ്ങാൻ സാധിച്ചത്. പക്ഷേ 3 ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ തിളങ്ങാൻ സാധിച്ചിരിക്കുന്നത് പോയിന്റ് ബേസിൽ, അക്ബറിൻ്റെ കാര്യം വിട്ടുപോയതല്ല, പക്ഷേ 3 ദിവസം പോയിന്റ് ബേസിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് ആര്യനും അനുമോളും തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്കവാറും ചെറിയ വേരിയേഷൻ വന്നു കഴിഞ്ഞാലും മിക്കവാറും ആര്യനായിരിക്കും 1-ാം സ്ഥാനത്ത് എത്തുകയും അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന
നമ്മുടെ ടിക്കറ്റ് ഫിനാലയിൽ ഒരു സ്പെഷ്യൽ അഡ്വാൻറ്റേജ് കിട്ടാനും പോകുന്നത് മിക്കവാറും ആര്യനായിരിക്കും. ലക്ക് ഉണ്ടെങ്കിൽ അനുമോൾക്ക് കിട്ടും. എന്തായാലും ബാക്കിയും കൂടെ നമുക്ക് കണ്ടിട്ട് എപ്പിസോഡിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും അക്ബറിൻ്റെ പൊട്ടിക്കരയിൽ ഒറ്റപ്പെടുത്തൽ നാടകം കാണാൻ റെഡി ആയിക്കോളൂ. ഇതിനിടയിൽ അനുവിൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. അനുവിൻ്റെ ഒരു സംഭവം ഉണ്ട്. അനു രാവിലെ മുതൽ ആരോടൊന്നും മിണ്ടുന്നൊന്നുമില്ല. ഇന്നലെ രാത്രി നടന്ന ഭക്ഷണത്തിൻ്റെ ഇൻസിഡൻറ്റിൽ എല്ലാവരും കൂടെ ചേർന്ന് അനുവിനെ അറ്റാക്ക് ചെയ്തല്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ അനു ആരോടും മിണ്ടുന്നില്ല. അങ്ങനൊരു സംഭവം അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും. ബൈ.